ഹായ്, ദിസ് ഈസ് ജിബി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ വസന്ത് ടെക്സ്റ്റ് ബുക്കിലെ 18ാമത്തെ ലെസനാണ് നോക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഈ 18ാമത്തെ ലെസൺ ധൻരാജ് പിള്ളയോടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ധൻരാജ് പിള്ളയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ, ധൻരാജ് പിള്ളയോട് തന്നെ നടത്തിയ ഇൻ്റർവ്യൂ. ധൻരാജ് പിള്ള ആരാണ്? ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ഹോക്കി പ്ലെയറായിരുന്നു. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഒരുപാട് മെഡലുകൾ നേടിയിട്ടുള്ള വലിയൊരു ഹോക്കി പ്ലെയറാണ് ധൻരാജ് പിള്ള. അപ്പോൾ ധൻരാജ് പിള്ളയായിട്ട് നടത്തിയൊരു ഇൻ്റർവ്യൂവിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിൽ, ഈ ലെസണിലുള്ളത്. ഈ 18ാമത്തെ ലെസണിൽ ഈ ലെസൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് തന്നെ സംഘർഷ് കെ കാരൺ മേ തുനുക് മിസാജ് ഹോ ഗയ ധൻരാജ് സ്വന്തം അവനവനെ പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ ഈ ഹെഡിങ് ആക്കി കൊടുത്തിരിക്കുന്നത്. സംഘർഷ് കെ കാരൺ മേ തുനുക് മിസാജ് ഹോ ഗയ. സംഘർഷ് കെ കാരൺ, സംഘർഷം എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ, കഷ്ടതകൾ, അതെല്ലാം കാരണം ഞാൻ തുനുക് മിസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന, ഷോർട്ട് ടെമ്പേർഡായ, പെട്ടെന്ന് ഇറിറ്റബിൾ ആകുന്ന നേച്ചറിലുള്ള ഒരാളായിരുന്നു ഈ ധൻരാജ് പിള്ള. അപ്പോൾ ഒരു കാരണം പറഞ്ഞതാണ്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളായി മാറിയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞ അതാണ് ഈ പാഠത്തിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സംഘർഷ് കെ കാരൺ മേ തുനുക് മിസാജ് ഹോ ഗയ. ധൻരാജ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഹെഡിങ്. നോക്കാം നമുക്ക്. ഹോക്കി എന്ന ആ കളി പലരും കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ടി വിയിലെങ്കിലും കണ്ടിരിക്കാം. അപ്പോൾ ഇന്ത്യ കണ്ടുപിടിച്ച ഇന്ത്യയുടെ ഒരു നാഷണൽ ഗെയിമാണ് ഹോക്കി. അപ്പോൾ ഹോക്കിക്ക് സുപ്രസിദ്ധ ഖിലാടി ധൻരാജ് പിള്ള जब 35 वर्ष के हो गए, उनका एक साक्षात्कार विनीता पांडे ने लिया था. ഹോക്കി കെ സുപ്രസിദ്ധ ഖിലാടി എന്ന് പറഞ്ഞാൽ ഹോക്കിയുടെ പ്രസിദ്ധനായ ഒരു കളിക്കാരൻ. ഖിലാടി എന്ന് പറഞ്ഞാൽ കളിക്കാരൻ. ആര്? ധൻരാജ് പിള്ള. ജബ് 35 വർഷ കെ ഹോ ഗേ, 35 വയസ്സായ ആ സമയത്ത് ഉൻക ഏക് സാക്ഷാത്കാർ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആരാണ് എടുത്തത്? വിനിത പാണ്ഡെ എന്ന സ്ത്രീ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകയായിരിക്കാം. വിനിത പാണ്ഡെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഇസ് സാക്ഷാത്കാർ കാ സമ്പാദിത് അംശ് യഹ ദിയാ ജാ രഹാ ഹൈ. അതിലത്തെ പ്രസക്തമായ കുറച്ച് അംശങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പാർട്സാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോണത്. ഇപ്പോൾ വിനീത ഇൻ്റർവ്യൂ നടത്തുന്ന ആളാണ് ഈ വിനീത. खिड़की पुणे की तंग गलियों से लेकर मुंबई की हीरानंदानी पवई कॉम्प्लेक्स तक आपका सफ़र बहुत लंबा और कष्ट साध्य रहा है. उस सफ़र के बारे में कुछ बताएं. അപ്പോൾ ഇവിടെ ഖിഡ്കി എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്, പൂനെയിലുള്ള, മഹാരാഷ്ട്രയിലുള്ള സ്ഥലം. അവിടെയാണ് ഈ ധൻരാജ് പിള്ള ജീവിക്കുന്നത്. ശരിക്കും തമിഴ്നാട്ടുകാരനായ ആളാണ്, പക്ഷേ വളർന്നതൊക്കെ ഈ പൂനെയിലാണ്, മഹാരാഷ്ട്രയിലെ പൂനെയിലെ ഖിഡ്കി എന്ന സ്ഥലത്ത്. അപ്പോൾ അവിടുത്തെ തങ്കലിയോസിലേക്കർ, അവിടുത്തെ ചെറിയ അല്ലെങ്കിൽ ഗ്രാമത്തിൽ നിന്ന് അല്ലെങ്കിൽ ചെറു വഴികളിൽ നിന്ന്, ആ ചെറിയൊരു സ്ഥലത്ത് നിന്ന് മുംബൈക്ക് ഹീരാനന്ദാനി പവൈ കോംപ്ലക്സ്, ഇത് വളരെ പോഷായിട്ടുള്ള ഒരു ഏരിയയാണ്, വളരെ നല്ലൊരു ഏരിയ. അവിടെ ഒരു ഫ്ലാറ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, നല്ലൊരു ഫ്ലാറ്റിൽ, നല്ലൊരു ഏരിയയിൽ.
അപ്പോൾ ഈ പൂനെയിലെ ചെറിയ ചേരികളിൽ നിന്നും അവിടെ നിന്നും ഈ ഹീരാനന്ദാനി പവൈ കോംപ്ലക്സ് ആയ ഈ വലിയൊരു ഏരിയയിലോട്ട്, വലിയൊരു ഫ്ലാറ്റിലോട്ട് ഉള്ള ദൂരം, അല്ലെങ്കിൽ ആപ്ക സഫർ, അവിടെ വരെയുള്ള യാത്ര ബഹുത് ലംബ, വളരെ നീളമുള്ളതും അതുപോലെ തന്നെ കഷ്ടതയിൽ കൂടെ സാധിച്ചതും ആയിരുന്നു. ഉസ് സഫർ കെ ബാരെ കുച്ച് ബതായേ, ആ യാത്രയെക്കുറിച്ച്, ആ പൂനെയിലെ ഖിഡ്കി എന്ന സ്ഥലത്ത് നിന്ന് ഈ മുംബൈയിലെ ഹീരാനന്ദാനി പവൈ കോംപ്ലക്സ് വരെ എത്തിയ ആ യാത്രയെക്കുറിച്ച് കുറച്ച് പറയാനാണ് പറയുന്നത്. കുച്ച് ബതായേ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയും. അപ്പോൾ ധൻരാജ് പറയുകയാണ്, ബച്പൻ മുഷ്കിലോ സെ ഭരാ ഥാ. ബച്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലം, മുഷ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടതകൾ. കുട്ടിക്കാലം ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു. ഭരാരഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറഞ്ഞത്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു കുട്ടിക്കാലം. ഹം ബഹുത് ഗരീബ് ഥേ. ഞങ്ങൾ ധൻരാജ് പിള്ളയുടെ വീട്ടുകാർ ഒരുപാട് പാവപ്പെട്ട, സാമ്പത്തികമായി ഒരുപാട് പാവപ്പെട്ട ആൾക്കാരായിരുന്നു. മേരെ ദോനോ ബഡേ ഭായി ഹോക്കി ഖേൽത്തേ ഥേ. എൻ്റെ വലിയ 2 ചേട്ടന്മാരും ഹോക്കി ഖേൽത്തേ ഥേ. അവരും ഹോക്കി കളിക്കുമായിരുന്നു. ഉനീക്കെ ചലത്തെ മുझे भी उसका ഷോക്ക് ഹുവ. ഷോക്ക് എന്ന് പറയുന്നത് പാഷൻ, ഇപ്പോൾ ഇൻട്രസ്റ്റ്. അപ്പോൾ അവർ കളിക്കുന്നത് കണ്ടിട്ടാണ് എനിക്കും അതിനോടുള്ള ഒരു താല്പര്യം ഉണ്ടായത്, ഹോക്കിയോടുള്ള. पर हॉकी स्टिक खरीदने तक की हैसियत नहीं थी मेरी. പക്ഷേ ഹോക്കി സ്റ്റിക്ക് ഖരീദിനെ തക്കി, ഖരീദന എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക, ആ ഹോക്കി സ്റ്റിക്ക് വാങ്ങിക്കാനുള്ള കഴിവ് പോലും, ഹൈസിയത്ത് എന്ന് പറഞ്ഞാൽ കഴിവ്, അതുപോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. इसलिए अपने साथियों की स्टिक उधार मांगकर काम चलाता था. അതുകൊണ്ട് ഞാൻ അപ്നെ സാഥിയോക്കി സ്റ്റിക്ക്, അപ്നെ സാഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരുടെ ഹോക്കി സ്റ്റിക്ക് വാങ്ങിച്ചിട്ടാണ്, ഉധാർ എന്ന് പറഞ്ഞാൽ കടം വാങ്ങി ആണ് ഞാൻ കളിക്കുമായിരുന്നത്. കാം ചലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചാണ് ഞാൻ കളിച്ചിരുന്നത്, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. വ മുझे तभी मिलती जब वे खेल चुके होते थे. അപ്പോൾ കൂട്ടുകാരെല്ലാം അവർ കളിച്ച് മടുത്ത് കഴിയുമ്പോഴാണ് എനിക്ക് സ്റ്റിക്ക് തരിക. അപ്പോഴാണ് ഞാൻ ആ സ്റ്റിക്ക് വെച്ച് കളിക്കുക. इसके लिए बहुत धीरज के साथ अपनी बारी का इंतज़ार करना पड़ता था. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരുടെ സ്റ്റിക്ക് കിട്ടാനായിട്ട് എനിക്ക് വളരെ ധൈര്യത്തോടെ, വളരെ ക്ഷമയോടെ എൻ്റെ ടേൺ ആവുന്നത്, അവർ കളിച്ച് മടുക്കുന്നത് കാത്തു നിൽക്കണമായിരുന്നു. ഇന്തസാർ കർണപ്പെടുത്താത്ത എന്ന് പറഞ്ഞു കാത്തു നിൽക്കണമായിരുന്നു. ഇന്തസാർ എന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കുക, വെയിറ്റ് ചെയ്യുക. മുझे अपनी पहली स्टिक तब मिली जब मेरे बड़े भाई को भारतीय कैंप के लिए चुन लिया गया. അപ്പോൾ മുझे अपनी पहली स्टिक तब मिली, എനിക്ക് എൻ്റെ ആദ്യത്തെ ഹോക്കി സ്റ്റിക്ക് എപ്പോഴാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ, എപ്പോഴാണ് ജബ് മേരെ ബഡേ ഭായിക്കോ ഭാരതീയ ക്യാമ്പ് കെ ലിയെ ചുൻ ലിയാ ഗയാ. എൻ്റെ വലിയ ചേട്ടനെ ഇന്ത്യൻ ക്യാമ്പിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ആ ഹോക്കി സ്റ്റിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. ഉസ്നെ മുझे अपनी पुरानी स्टिक दे दी. അപ്പോൾ ആ ചേട്ടൻ എന്ത് ചെയ്തു, ആ ചേട്ടൻ്റെ പഴയ, പുരാനി എന്ന് പറഞ്ഞാൽ പഴയ സ്റ്റിക്ക് ധൻരാജ് പിള്ളയ്ക്ക് കൊടുത്തു. വഹ് നഹി തോ നഹി थी लेकिन मेरे लिए बहुत कीमती थी. അപ്പോൾ നഹി തോ നഹി थी എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സ്റ്റിക്ക് പുതിയതൊന്നും ആയിരുന്നില്ല, പക്ഷേ മേരെ ലിയെ ബഹുത് കീംതി थी, എനിക്ക് അത് വളരെ വിലപ്പെട്ടതായിരുന്നു. കീംതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലപ്പെട്ടത്. ക്യോങ്കി വഹ് മേരി അപ്നി थी. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ സ്വന്തമായിരുന്നു, അല്ലെങ്കിൽ ബാക്കിയെല്ലാം മറ്റുള്ളവരുടെ കടം വാങ്ങിയാണ് ഞാൻ കളിച്ചിരുന്നത്. मैंने अपनी जूनियर राष्ट्रीय हॉकी सन 1985 में മണിപ്പൂർ में खेली. ഞാൻ എൻ്റെ
ജൂനിയർ രാഷ്ട്രീയ ഹോക്കി, ജൂനിയർ നാഷണൽ ഹോക്കി 1985 മണിപ്പൂരിലാണ് കളിച്ചത്. തബ് മേ സിർഫ് 16 സാൽ കാ താ. അപ്പം ഞാൻ വെറും 16 വയസ്സുണ്ടായിരുന്നുള്ളൂ എനിക്കന്ന്. ദേഖ്നെ മേ ദുബ്ലാ പത്ല, ദുബ്ലാ പത്ല എന്ന് പറഞ്ഞാൽ മെലിഞ്ഞുണങ്ങിയ. ഓർ ഛോട്ടെ ബച്ച ജൈസ ചെഹര, ചെറിയ കുട്ടീനെ പോലുള്ള ഫേസ്. ചെഹര എന്ന് പറഞ്ഞാൽ ഫേസ്. അപ്നി ദുബ്ലി കദ്, അപ്നി ദുബ്ലി കദ് കാട്ടിക്ക് ബാവജൂദ്, എൻ്റെ ചെറിയ അല്ലെങ്കിൽ ചെറിയ ഉയരമില്ലാത്ത എൻ്റെ ശരീരം അല്ലെങ്കിൽ മെലിഞ്ഞ ശരീരം, ബാവജൂദ് ഉസ്കെ ബാവജൂദ്, അതായിരുന്നിട്ടും മേര ഏസാ ദബ്ദബ താ, എനിക്ക് നല്ല കൺട്രോളായിരുന്നു അല്ലെങ്കിൽ അത്ര ഇൻഫ്ലുവൻഷ്യലായിരുന്നു എന്നാണ്. ദബ്ദബ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര പവർ ഉണ്ടായിരുന്നു. കി കോയി മുജ്സെ ഭിഡ്നെ കി കോശിഷ് നഹി കർത്താ താ, ആരും എന്നെ വെട്ടിക്കാനോ എന്നോട് കോമ്പീറ്റ് ചെയ്യാനോ അതിനുള്ള കോശിഷ് നഹി കർത്താ താ, അങ്ങനെ ആരും ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അത്ര നന്നായിട്ട് കളിക്കുമായിരുന്നു. മേ ബഹുത് ജുച്ചാരു താ, ജുച്ചാരു എന്ന് പറഞ്ഞാൽ വഴക്കാളി. മേ ബഹുത് ജുച്ചാരു താ. मैदान में भी, मैदान എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിലും, और मैदान से बाहर भी, ഗ്രൗണ്ടിൻ്റെ പുറത്തും. 1986 में 1986 में मुझे सीनियर टीम में डाल दिया गया. 1986 ധൻരാജ് പിള്ളയെ സീനിയർ ടീമിൽ എടുത്തു, സീനിയർ ടീമിൽ ഇട്ടു. और मैं बोरिया बिस्तरा बांधकर मुंबई चला गया. അപ്പം ഞാൻ ബോറിയ ബിസ്തര എന്ന് പറഞ്ഞാൽ ബാഗും കിടക്കയൊക്കെ എടുത്ത് ഞാൻ എന്ത് ചെയ്തു, അതെല്ലാം കെട്ടി മുംബൈക്ക് പോയി. അപ്പോൾ സീനിയർ ടീമിലെത്തിയപ്പോൾ മുംബൈയിലോട്ട് വന്നു. ഉസ് സാൽ मैंने और मेरे बड़े भाई रमेश, ധൻരാജ് പിള്ളേൻ്റെ ബഡേ ഭായ് വലിയ ജ്യേഷ്ഠൻ രമേശിനെ മുംബൈ ലീഗ് മേ ബെഹത്തരീൻ ഖേൽ ഖേല, മുംബൈ ലീഗിൽ വളരെ നന്നായി കളിച്ചു. ഹംനെ ഖൂബ് ധൂം മച്ചായി എന്ന് പറഞ്ഞാൽ നന്നായി കളിച്ചു, അടിപൊളിയായി കളിച്ചു. ഇസി കെ ചലത്തെ മേരെ അന്തർ ഏക് ഉമ്മീദ് ജാഗി, അത് കാരണം, നന്നായി കളിച്ച കാരണം എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം അല്ലെങ്കിൽ ഹോപ്പ്, ഉമ്മീദ് എന്ന് പറഞ്ഞാൽ ഹോപ്പ്, ജാഗി എന്ന് പറഞ്ഞാൽ ഉണർന്നു. എൻ്റെ ഉള്ളിലൊരു ഹോപ്പ് ഉണ്ടായി, കിട്ടുമായിരിക്കും എന്ന്. എന്താ ഹോപ്പായിരുന്നത്? മുझे ओलंपिक 1988 के लिए नेशनल कैंप में बुलावा ज़रूर आएगा, पर नहीं आया. അപ്പോൾ ധൻരാജ് പിള്ള വിചാരിച്ചു നാഷണൽ ക്യാമ്പിൽ അതിനുവേണ്ടി എന്നെ വിളിക്കും, എന്തായാലും ജറൂർ ബുലാവ ജറൂർ ആയേഗ, അതിനുവേണ്ടി ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ നാഷണൽ ക്യാമ്പിലോട്ട് സെലക്ഷൻ ആവുമെന്ന്, എന്തായാലും തീർച്ചയായും ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ വന്നില്ല, അങ്ങനെ സെലക്ഷനായില്ല. मेरा नाम 37 खिलाड़ियों 37 അല്ല, അതിനെ 57 നോക്കിയിട്ട് പറയാം. 57 സോറി 57 57 55 56 57 सॉरी 57 खिलाड़ियों की लिस्ट में भी नहीं था. ഈ 57 പിള്ളേരുടെ കളിക്കാരുടെ ലിസ്റ്റിലും എൻ്റെ പേരുണ്ടായിരുന്നില്ല. ബഡി മായൂസി ഹുയി, എനിക്ക് വളരെ നിരാശ തോന്നി. മായൂസി എന്ന് പറഞ്ഞാൽ നിരാശ. മഗർ एक साल बाद ही ऑलविन एशिया कप के कैंप के लिए मुझे चुन लिया गया. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ, ഏക് സാൽ ബാദ് ഹി, ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഓൾവിൻ ഏഷ്യ കപ്പ്, ഒരു കപ്പ്, ആ ടൂർണമെൻറ്റിൻ്റെ പേരാണ് ഓൾവിൻ ഏഷ്യ കപ്പിലേക്ക് അതിൻ്റെ ക്യാമ്പിലേക്ക് എന്നെ സെലക്ട് ചെയ്തു. മുझे ചുൻ ലിയാ ഗയ എന്നാണ് സെലക്ട് ചെയ്തു.
तब से लेकर आज तक मैंने पीछे मुड़कर नहीं देखा. അപ്പോൾ തുടങ്ങി, ആ ദിവസം തുടങ്ങി, അപ്പോൾ തുടങ്ങി, ആജ് തക്, ഇന്ന് വരെ, മുझे പീച്ചെ മുടുക്കർ നെഹി ദേഖ, മേനെ പീച്ചെ മുടുക്കർ നെഹി ദേഖ, എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വിനീത. അപ്പോൾ റിപ്പോർട്ടർ പിന്നെ ചോദിക്കുകയാണ്, ആപ്ക വിദ്യാർത്ഥി ജീവൻ कैसा रहा, അങ്ങയുടെ വിദ്യാർത്ഥി ജീവൻ, വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു. अपने स्कूल के दिनों से आपकी किस प्रकार की यादें जुड़ी है. സ്കൂളിൻ്റെ സ്കൂൾ ദിവസങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ യാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ, എന്തൊക്കെയാണ് അങ്ങനെയുള്ള ഓർമ്മ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ധൻരാജ് പിള്ള പറയുന്നു, മേ പഠായി മേ ഏകദം ഫിസട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും ഞാൻ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നില്ല. ഫിസട്ടി എന്ന് പറഞ്ഞാൽ അധികം പഠിക്കാത്ത കുട്ടി. ഏകദം ഫിസട്ടി താ. കിസി തരഫ് 10वीं തക് പਹੁंച്ച, എങ്ങനെയൊക്കെയോ 10वीं എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് എത്തി. പहुंचाന്ന് പറഞ്ഞാൽ എത്തി. മഗർ ഉസ്കെ ആകെ തോ മാമല ബഹുത് കഠിൻ താ. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രയാസമായിരുന്നു. ബഹുത് കഠിൻ താ. ഏക് ബാത് കഹൂം, ഒരു കാര്യം പറയട്ടെ, അഗർ മേ ഹോക്കി ഖിലാഡി നാ ഹോത്താ തോ, ഞാൻ ഈ ഹോക്കി പ്ലെയർ ആയിരുന്നില്ലെങ്കിൽ ഷായദ് ഏക് ചപ്പറാസിക്ക് നോക്കറി ഭി മുझे ന മിൽത്തി, ഒരു പിയൂണിൻ്റെ ജോലി പോലും എനിക്ക് കിട്ടില്ലായിരുന്നു. എനിക്ക് ഈ ഹോക്കി പ്ലെയർ ആയതുകൊണ്ടാണ് എയർ ഇന്ത്യയിൽ ഉള്ള ഡെപ്യൂട്ടി മാനേജർ അങ്ങാണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ജോലി വരെ കിട്ടി. വലിയ ജോലിയൊക്കെ ഈ ഹോക്കി പ്ലെയർ ആയതുകൊണ്ട് കിട്ടിയതാണ്. അഥവാ ഹോക്കി പ്ലെയർ ആയിരുന്നില്ലെങ്കിൽ എനിക്ക് ആ ജോലിയൊന്നും കിട്ടില്ലായിരുന്നു. ഒരു പിയൂണിൻ്റെ ജോലി പോലും എനിക്ക് കിട്ടാൻ അർഹതയില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പഠനത്തിൽ അത്ര മോശമായിരുന്നു. ഓക്കെ, എങ്ങനെയൊക്കെയോ 10ാം ക്ലാസ് വരെ എത്തിയെന്ന് ഉള്ളൂ. ആജ് में बैचलर ऑफ साइंस या आर्ट्स भले ही ना हो, बैचलर ऑफ साइंस എന്ന് പറഞ്ഞാൽ BSc, ബാച്ചലർ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞാൽ BA. ഇന്ന് ഞാൻ BAയോ BScയോ ഒന്നും അല്ലെങ്കിലും पर गर्व से कह सकता हूँ कि मैं बैचलर ऑफ हॉकी हूँ. അപ്പോൾ ഞാൻ ഗർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും ഞാൻ ബാച്ചലർ ഓഫ് ഹോക്കിയാണെന്ന്. ബാച്ചലർ ഓഫ് ഹോക്കി അങ്ങനെയൊന്നുമില്ല, എന്നാലും ഇത്രയും പ്രഗത്ഭനായ ഒരു ഹോക്കി പ്ലെയറാണ്, ഇന്ത്യൻ ക്യാപ്റ്റനാണ്. അപ്പോൾ എനിക്ക് തീർച്ചയായും പറയാൻ പറ്റും, അഭിമാനത്തോടെ എനിക്ക് പറയാം ബാച്ചലർ ഓഫ് ഹോക്കിയാണ്. ഹസ്തേ ഹുയെ, അതുകൊണ്ടാണത് ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. ഓർ മേരി ഷാദി കെ ലിയെ ആപ് മുझे മാസ്റ്റർ ഓഫ് ഹോക്കി കഹ സക്താ ഹൈ. ഈ ധൻരാജ് പിള്ള കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തമാശയായിട്ട് പറഞ്ഞതാണ്. അത് ഷാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മാസ്റ്റർ ഓഫ് ഹോക്കിയാണെന്ന് പറയാം. ഓക്കെ, അപ്പം ധൻരാജ് പിള്ളയെക്കുറിച്ച് ഈ വിനീത, ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഈ പത്രക്കാരി എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ധൻരാജ് പിള്ളയ്ക്ക് വ്യക്തിത്വ को रेखांकित करते हुए, रेखांकित എന്ന് പറഞ്ഞാൽ എഴുതുക, करते हुए വിനീത പാണ്ഡെ ने लिखा है. വിനീത പാണ്ഡ ഈ ധൻരാജ് പിള്ളയുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് എന്താണ് എഴുതിയെന്ന് നോക്കാം. വഹ് ആപ്കോ കഭി ഹസാത്താ ഹൈ. വഹ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ധൻരാജ് പിള്ള ആപ്കോ, നിങ്ങളെ, കഭി ചിലപ്പോഴൊക്കെ, ഹസാത്താ ഹൈ, ഹസാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹസാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിപ്പിക്കും, കഭി റുലാത്ത ഹൈ ചിലപ്പോഴൊക്കെ കരയിക്കും, കഭി വിസ്മയ സെ ഭർ ദേത്താ ഹൈ ചിലപ്പോഴൊക്കെ നിങ്ങളെ വിസ്മയം കൊണ്ട് നിറയ്ക്കും. തോ കഭി ഖീച്ച് സെ ഭി, ഖീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരുത്തിക്കും. ഉസ്കെ വ്യക്തിത്വ മേ കൈ രംഗ് ഹെ. ധൻരാജ് പിള്ളയുടെ പേഴ്സണാലിറ്റിയിൽ പല കളറുകളുണ്ട്. കൈ രംഗ് ഹെ ഓർ കൈ ഭാവ്, പല ഭാവങ്ങളുണ്ട്, പല ഫീലിങ്സ്, ഇമോഷൻസ് ഉണ്ട്. ഉസ്നെ
ढेठ जमीन से उठकर ढेठ जमीन से उठकर ആസ്മാൻ की सितारा बनने की യാത്ര തൈ की है. എന്താണ് ധൻരാജ് പിള്ള ചെയ്തത്? വളരെ ചെറിയ ഒരു ഗ്രാമത്തിൽ നിന്നും, ഡേറ്റ് ജമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സ്ഥലം അല്ലെങ്കിൽ ഗ്രാമം, അവിടെ നിന്ന് ഉട്കർ, അവിടെ നിന്ന് എണീറ്റ് ആസ്മാൻ തക്, ആസ്മാൻ കാ സിതാര ബന്നേക്ക്, ആസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിലെ സിതാര എന്ന് പറഞ്ഞാൽ സ്റ്റാർ, ആകാശത്തിലെ ഒരു സ്റ്റാർ ആവാനുള്ള യാത്ര, അങ്ങനെയൊരു യാത്രയായിരുന്നു, അങ്ങനെയൊരു ജീവിതമായിരുന്നു, അങ്ങനെയൊരു പ്രയാസം അല്ലെങ്കിൽ അങ്ങനെയൊരു പ്രയത്നം ആണ് ധൻരാജ് പിള്ള ചെയ്തത്. അങ്ങനെയൊരു യാത്രയാണ് ചെയ്തത് എന്നാണ് ഈ ധൻരാജ് പിള്ളയെക്കുറിച്ച് ഈ ഇൻ്റർവ്യൂ നടത്തിയ ഈ വിനീത പാണ്ഡെ എന്ന ഈ പത്രക്കാരി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തുകയാണ് ഫസ്റ്റ് പാർട്ട്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.